എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ കഴിക്കണ ഒരു കേക്കാണ് പ്ലം കേക്ക്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ക്രിസ്മസ് സമയത്താണ് ഈ കേക്ക് തന്നെ കഴിച്ചിരുന്നത്. ഇന്നാണ് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി കേക്കുകളൊക്കെ വന്നു തുടങ്ങിയത്. അന്നൊക്കെ ഈ പ്ലം കേക്കാണ് ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഈ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ല. ഒരുപാട് ഒരു മിനിമം ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഈ ഫ്രൂട്ട്സുകൾ വൈനിലോ ബ്രാൻഡിയിലോ റമ്മിലൊക്കെ സോക്ക് ചെയ്തിട്ടാണ് ഈ പ്ലം കേക്കിലേക്ക് ആഡ് ചെയ്യണേ. ഇന്നത്തെ കാലത്ത് ഈ മിക്സിങ് തന്നെ ഒരു വലിയൊരു സെറിമണി ആയിട്ടാണ് വലിയ വലിയ ഹോട്ടൽസും ക്ലബ്ബുകാരൊക്കെ വലിയൊരു ഫെസ്റ്റിവൽ പോലെയാണ് ഇത് നടത്തുന്നത്. ഞാനിപ്പോൾ വീട്ടിലെങ്ങനെയാണ് പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണതെന്നാണ് ആദ്യം കാണിക്കണേ. അതിനുശേഷം പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരാം. അപ്പം ഒരുപാട് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് എടുക്കാം, നട്ട്സ് എടുക്കാം. ഇനി അതല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധാ കിട്ടുന്ന ഫ്രൂട്ട്സും ആഡ് ചെയ്തും ഉണ്ടാക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചേക്കണ ഫ്രൂട്ട്സൊക്കെ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ എടുത്തേക്കണ ഫ്രൂട്ട്സുകൾ അൽഫോൺസ മാംഗോ ഡ്രൈ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറി എടുത്തിട്ടുണ്ട്, പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കറൻറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ സാദാ മുന്തിരി വൈറ്റ് മുന്തിരി എടുത്തിട്ടുണ്ട്, പ്രൂൺസ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഓറഞ്ച് കാൻഡിഡ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ നട്ട്സായിട്ട് വാൾനട്ടും ആൽമണ്ടും പിന്നെ കാഷ്യൂ ആണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാനുണ്ട്. ഈ ഫ്രൂട്ട്സ് മെയിനായിട്ട് ഞാൻ സോക്ക് ചെയ്യണത് ഒന്ന് റമ്മ് അല്ലെങ്കിൽ ബ്രാൻഡി യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ മുന്തിരി വൈൻ, ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രൂട്ട്സുകളൊക്കെ സോക്ക് ചെയ്യണത്. ഇത് നമുക്ക് എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി പിന്നെ ഇതിലേക്ക് ചേർത്ത് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ മിക്സ് ചെയ്ത് നമുക്കൊരു ഗ്ലാസ് ബൗളിൽ എടുത്തു വെക്കണം. ഗ്ലാസ് വേണം, പ്ലാസ്റ്റിക് വേണ്ട. അങ്ങനെ ഒരു 10-30-40 ദിവസമൊക്കെ സോക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും നമ്മുടെ പ്ലം കേക്ക്. നല്ല സ്മെല്ലും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഫ്രൂട്ട്സ് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് ശരിയാക്കണമെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അത് അൽഫോൺസ മാംഗോ ഡ്രൈ എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കറൻസ്, വൈറ്റ് മുന്തിരി, പിന്നെ ക്രാൻബെറി, പിന്നെ എടുത്തേക്കണത് 2 ടൈപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഗ്രീനും കൂടിയും കിട്ടണമെങ്കിൽ കുറച്ചുകൂടിയും നല്ലതാണ്. പിന്നെ ഡേറ്റ്സ്, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള മറ്റേ കിവി ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം കേട്ടോ. പിന്നെ ഡേറ്റ്സ്, പിന്നെ ഓറഞ്ച് പീലും ജിഞ്ചർ പൗഡർ ഇല്ലേ, അത് രണ്ടും ഇതുപോലെ തന്നെ എടുക്കണം. അത് 50 ഗ്രാം മതി. ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടമാണ് അതൊക്കെ. എന്തോരം തരത്തിലുള്ള ഫ്രൂട്ട്സ് വേണമെന്നുള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ് എത്ര വേണമെന്നുള്ളതനുസരിച്ചാണ് നിങ്ങളിത് സെലക്ട് ചെയ്യേണ്ടത്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചേക്കണ ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ടും ആൽമണ്ട്സും വാൾനട്ട്സും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വെച്ചിട്ടെല്ലാം. അതുപോലെ പിന്നെ ചേർക്കേണ്ടത് മിക്സ്ഡ് ഫ്രൂട്ട് ജാം. അതൊരു കളറും കിട്ടും നമുക്ക് കേക്കിന് കുറച്ചുകൂടി. അതുപോലെ പൈനാപ്പിൾ വേണമെങ്കിൽ പൈനാപ്പിൾ നമുക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് മർമലേഡ്, ഓറഞ്ച് മർമലേഡ്. ഓറഞ്ചിൻ്റെ സ്കിന്നും പൾപ്പും ഷുഗറെല്ലാം കൂടി ഇട്ട് നമ്മൾ ജാം പോലെ തന്നെ ഒരു ഇതുണ്ടാക്കുന്നതാണ് ഓറഞ്ച് മർമലേഡ്. നമുക്കിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഇതൊരു നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും പിന്നെന്താ പ്രിസർവേറ്റീവ് പോലെ കുറച്ച് നാളിത് പ്ലം കേക്ക് ഇരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു മർമലേഡാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കണതാണ്.
അതൊക്കെ 2 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തോ. പിന്നെ സ്പൈസസ് മെയിനായിട്ട് കരയാമ്പൂവ്, പട്ട, ഏലക്കായ, ഈ 3 സ്പൈസസിൻ്റെ ഒപ്പം അതൊക്കെ 3 തുല്യ അളവിലെടുക്കുക. അതിലേക്ക് നമ്മൾ ജാതിക്ക പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇടുക, അല്ലെങ്കിൽ ജാതിക്ക ഇട്ടിട്ട് അത് തുല്യ അളവ് എടുക്കണ്ട, ഒരു കുറച്ചെടുത്താൽ മതി, 2-3 എണ്ണം എടുത്താൽ മതി. അതും കൂടി ഇട്ടിട്ട് പൊടിച്ച് വെച്ചേക്കണതാണ്. അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. ഇപ്പം തന്നെ പൊടിച്ചേക്കണ കാരണം നമുക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അതിന് ഓട്ടോമാറ്റിക്കായിട്ട്. ഒരുപാട് നേരത്തെയൊക്കെ പൊടിച്ച് വെച്ചാലാണ് അതിൻ്റെ മണമൊക്കെ പോവുള്ളൂ. ഇതിപ്പോൾ ഇപ്പം തന്നെ ഞാൻ പൊടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് 2 ടേബിൾ സ്പൂൺ ഹണി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യാം. ഈ അടുത്തിടെ മോഹൻലാൽ വരെ ഈ ഫ്രൂട്ട്സ് മിക്സിങ് സെറിമണി നടത്തിയതായിട്ട് കണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ജാമുകളും ക്രഷുകളും അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ലാസ്റ്റ് റം ഒഴിക്കണതാണ്. ഈ റമ്മിലാവുമ്പോൾ ഈ ഫ്രൂട്ട്സ് നല്ലോണം സോക്കാവും ചെയ്യും, ഇത് കേടാവില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്, നമ്മുടെ റമ്മ് നമുക്കിതിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ വൈൻ ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഈ റമ്മിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഭാഗത്തും, പക്ഷേ റമ്മാവണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ചീത്തയായി പോകും. എല്ലാ ഭാഗത്തും ആവണം. എന്നിട്ട് നമുക്ക് ഇതൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു എല്ലാ ദിവസവും ഇത്രേശ്ശെ നമുക്ക് ഇതിൻ്റെ മുകളിൽ മാത്രം ബ്രഷ് ചെയ്ത് ഗ്ലാസ് ബൗള് നന്നായി കഴുകി നല്ല വെയിലൊക്കെ പൊള്ളിച്ച് ഉണക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കണ ഈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും എടുത്തിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി റമ്മോ ബ്രാൻഡിയോ ഒന്ന് ബ്രഷ് ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ. അങ്ങനെ ക്രിസ്മസിനുള്ള പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട് മിക്സിങ് കഴിഞ്ഞേക്കാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.